നമ്മുടെ മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സിലൊന്നാണ് ട്രിഗണോമെട്രി എന്നുള്ളത്. ട്രിഗണോമെട്രിയിലെ കൺസെപ്റ്റ്സ് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. 3 ട്രിഗണോമെട്രിക് വാല്യൂസ് ഉണ്ട് നമ്മളിവിടെ പഠിക്കാൻ. സൈൻ, കോസ്, ടാൻ ഈ 3 ഫംഗ്ഷൻസും നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. അതിന് അതിൻ്റേതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. സംഭവം ഈസി ചാപ്റ്റർ ആണ് ഇത് വരുന്നത്. സോ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനാണ്. സോ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താ ചെയ്യാൻ നമുക്കറിയാം. 90 ഡിഗ്രി ഉണ്ടാവും. ഒരു 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയിരിക്കും അതിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ്. ദെൻ ഒരു പെർപെൻഡിക്കുലർ ഉണ്ടാവും. നമുക്ക് ഒരു പെർപെൻഡിക്കുലർ ഉണ്ടാവും. വെർട്ടിക്കലായിട്ട് വരുന്ന ആ ഒരു സൈഡിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ദെൻ നമുക്കൊരു ബേസ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു ലൈനിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡായിരിക്കും നമ്മുടെ ഹൈപ്പോട്ടനസ്. സോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലെ പ്രിൻസിപ്പിളാണ് പൈതഗോറസ് പ്രിൻസിപ്പിൾ. പൈതഗോറസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസിൻ്റെ സ്ക്വയറിനെയും പെർപെൻഡിക്കുലറിൻ്റെ സ്ക്വയറിനെയും കൂടെ സം ആയിരിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൈതഗോറസ് പ്രിൻസിപ്പിൾ. എവിടെയൊക്കെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ച് പഠിക്കുന്നു അവിടെയൊക്കെ പൈതഗോറസ് പ്രിൻസിപ്പിൾ എന്തായാലും ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് ട്രിഗണോമെട്രിക് വാല്യൂസിലേക്ക് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലേക്ക് നോക്കാം. സോ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. ഒരു ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ജസ്റ്റ് നമ്മൾ നെയിം ചെയ്തതാണ്. സോ ഈ തീറ്റേൻ്റെ ബേസിൽ നമ്മൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അതായത് തീറ്റയ്ക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്. തീറ്റേൻ്റെ അതേ സൈഡിൽ വരുന്നതാണ് അഡ്ജസൻറ്റ് സൈഡ്. അതുപോലെ തന്നെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഹൈപ്പോട്ടനസ്, ബേസിക് ആയിട്ടുള്ളതാണ്. സോ നമ്മൾ ഈ തീറ്റേനെ വെച്ചിട്ട് നമ്മുടെ സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ പറയും. അങ്ങനെ സൈഡ്സിൻ്റെ റേഷ്യോ പറയുന്നതിനാണ് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തീറ്റയുടെ വാല്യൂ എല്ലായ്പ്പോഴും 90നേക്കാട്ടും കുറവായിരിക്കണം. തീറ്റ ലെസ് ദാൻ 90 ആയിരിക്കും നമ്മൾ ഇവിടെ പറയുന്നത്. സോ നമ്മുടെ സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആയിരിക്കും. സൈൻ എന്ന് കാണുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വരണം. കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സോ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആയിരിക്കും. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും നമ്മുടെ ടാൻ തീറ്റ വരുന്നത്. സോ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ടാൻ തീറ്റയെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ആയിരിക്കും. സോ ഈ 3-4 ഫംഗ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണ്. ടാനിനെ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ ബി എ സി എന്ന് പറഞ്ഞ ആംഗിൾ തീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീറ്റേൻ്റെ ബേസിൽ നമ്മൾ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ ഡിഫൈൻ ചെയ്യുകയാണ്. ഇവിടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്. ബി സി ഡിവൈഡ് ബൈ എ സി ആയിരിക്കും നമ്മുടെ സൈൻ തീറ്റ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ. ദെൻ നമ്മൾ കോസ് തീറ്റ ഡിഫൈൻ ചെയ്യുകയാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണ്. എ ബി ഡിവൈഡ് ബൈ എ സി ആയിരിക്കും നമ്മുടെ കോസ് തീറ്റ വരുന്നത്. ടാൻ തീറ്റ പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്. ബി സി ഡിവൈഡ് ബൈ എ ബി ആയിരിക്കും നമ്മുടെ ടാൻ തീറ്റ വരുന്നത്. ഇനി നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യും. സോ എ ബി സി എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ എ ബിയുടെ വാല്യൂ 1 യൂണിറ്റ് ആണ്. ബി സിയുടെ വാല്യൂ 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ബി എ സി എന്ന് പറഞ്ഞ ആംഗിളും ബി സി എ എന്ന് പറഞ്ഞ ആംഗിളും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി നമ്മളിവിടെ പൈതഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ എ സി ആണ് നമ്മുടെ ഹൈപ്പോട്ടനസ്, എ ബി ബേസും ബി സി പെർപെൻഡിക്കുലറാണ്. സോ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലറിൻ്റെ സ്ക്വയർ ആയിരിക്കും. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്കറിയാം ബേസിൻ്റെയും പെർപെൻഡിക്കുലറിൻ്റെയും വാല്യൂ 1 യൂണിറ്റ് ആണ്. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ നമുക്ക് 2 എന്ന് കിട്ടും. എ സി സ്ക്വയറിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ സിയുടെ വാല്യൂ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കും. സോ എ സി ഈസ് ഈക്വൽ √2 എന്ന് കിട്ടും. സോ എ സിയുടെ വാല്യൂ √2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി ഈസ് ടു ബി സി ഈസ് ടു എ സി നമുക്ക് 1:1:√2 എന്ന് എഴുതാം. സോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ 2 സൈഡ്സ് ഈക്വൽ ആണ്. 2 സൈഡ്സ് 45 ഡിഗ്രി ഈച്ച് ആണെങ്കിൽ അവയുടെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആയിരിക്കും. ഇവിടെ 1 ഏത് ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള
സൈഡായിരിക്കും. √2 എന്നുള്ളത് നമ്മൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡായിരിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇതിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് വരാറുണ്ട്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ എ സി ബിയുടെ വാല്യൂ 45 ഡിഗ്രി ആണെന്നും എ ബിയുടെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എ സി ഡിയും ബി സി ഡിയും ലെങ്ത്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു സൈഡ് ഒരു ആംഗിൾ 90, രണ്ടാമത്തെ ആംഗിൾ 45. ഒബ്വിയസ്ലി മൂന്നാമത്തെ ആംഗിൾ 45 ആണല്ലോ. സോ ഇതൊരു 45, 45, 90 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ്. സോ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ബി ഈസ് ടു എ സി ഈസ് ടു ബി സി. അതായത് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾസ്, ദെൻ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾസ്, 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്സ്, ദെൻ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്സ്. അവയുടെ റേഷ്യോ നമുക്ക് 1:1:√2 എന്ന് എഴുതാൻ പറ്റും. നമുക്കിവിടെ എ ബിയുടെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ എ ബിയുടെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്. അതായത് 1 യൂണിറ്റ് എന്നതിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സിയുടെ ലെങ്ത് എ സിയും 1 യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എ സിയുടെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ദെൻ നമ്മുടെ ബി സിയുടെ ലെങ്ത്ത്, ബി സി എന്ന് പറഞ്ഞാൽ √2 യൂണിറ്റ് ആണ്. 1 യൂണിറ്റിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ √2 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 4 × √2 ദാറ്റ് ഇസ് 4√2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ നമുക്ക് എ സിയുടെയും ബി സിയുടെയും ലെങ്ത് കിട്ടി. സോ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. റേഷ്യോ വെച്ച് ചെയ്യുക ഇങ്ങനെയാണ്. നെക്സ്റ്റ് നമുക്കൊരു മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ 2 സെൻറ്റിമീറ്റർ ലെങ്ത് അല്ലെങ്കിൽ 2 യൂണിറ്റ് സൈഡിൻ്റെ ലെങ്ത് വരുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 3 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? 60, 60, 60 ആംഗിൾസ് ആയിരിക്കും നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ 3 ആംഗിൾസും വരുന്നത്. സോ നമ്മൾ എന്താക്കും? ഒരു 60 വരുന്ന വേർട്ടെക്സിൽ നമ്മൾ അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ പെർപെൻഡിക്കുലർ നമ്മുടെ ആംഗിളിനെയും ബൈസെക്റ്റ് ചെയ്യും, നമ്മുടെ ഈ ഒരു സൈഡിനെയും നമ്മൾ ബൈസെക്റ്റ് ചെയ്യും. ദെൻ നമ്മൾ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ നമ്മൾ മാറ്റി വരച്ചു, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ഇവിടെ എ സി എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ ആണ്. സോ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ എ സി ബി എന്ന് പറഞ്ഞ ആംഗിൾ 60ൻ്റെ പകുതി 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ എ ബി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളാണ്. സോ അത് 60 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ സൈഡ്സ് 2 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബി സിയുടെ വാല്യൂ 2 യൂണിറ്റ് ആയിരിക്കും. എ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ പകുതി ആയിരിക്കും, കാരണം സൈഡിനെ ബൈസെക്റ്റ് ചെയ്യും നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ. സോ എ ബിയുടെ വാല്യൂ 1 യൂണിറ്റ് എന്ന് കിട്ടി. നമുക്ക് ആക്ച്വലി എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൈതഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. സോ ബി സി എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ആണ്, എ ബി ബേസ് ആണ്, എ സി പെർപെൻഡിക്കുലർ ആണ്. സോ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് കിട്ടും. സോ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് എ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് കിട്ടും. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബി സിയുടെ വാല്യൂ 2 ആണ്. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ വരും, ദാറ്റ് ഈസ് 4 മൈനസ് 1 3 എന്ന് കിട്ടും. എ സി സ്ക്വയറിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ സിയുടെ വാല്യൂ √3 ദാറ്റ് ഈസ് √3 ആയിരിക്കും എ സിയുടെ ലെങ്ത് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ആംഗിൾസ് 30, 60, 90 ആണെങ്കിൽ അവയുടെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:√3:2 ആയിരിക്കും. 1 എന്ന് പറയുന്നത് നമ്മുടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡായിരിക്കും 1 യൂണിറ്റ് വരുന്നത്. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡായിരിക്കും √3 വരുന്നത്. ദെൻ 90 ഡിഗ്രി നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും 2 യൂണിറ്റ് വരുന്നത്. സോ നമുക്ക് അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. എ ബിയുടെ വാല്യൂ 4 യൂണിറ്റ് ആണ്. ആംഗിൾ എ സി ബിയുടെ എ സി ബി 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. നമ്മളോട് എ സിനെയും ബി സിനെയും ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതെന്താണ്? 30, 60, 90 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന 1 യൂണിറ്റ് ആയിരിക്കും, 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന √3 യൂണിറ്റ് ആയിരിക്കും, 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന 2 യൂണിറ്റ് ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടും? എ ബി ഈസ് ടു എ സി ഈസ് ടു ബി സിയുടെ വാല്യൂ 1:√3:2 എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് തന്നിട്ടുള്ളത് എ ബിയുടെ ലെങ്ത് ആണ്. ഇവിടെ എ ബി പറഞ്ഞാൽ 1 ആണ്. 1 യൂണിറ്റിൻ്റെ ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആണ്. സോ ഓബ്വിയസ്ലി എ സി എന്ന് പറഞ്ഞാൽ √3 ആണ്. √3 യൂണിറ്റിനെ കിട്ടണമെങ്കിൽ 1 യൂണിറ്റിൻ്റെ വാല്യൂ ആയിട്ടുള്ള 4 × √3. സോ 4√3 സെൻറ്റിമീറ്റർ ആയിരിക്കും എ സി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത് വരുന്നത്. ദെൻ ബി സി എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് ആണ്. 1 യൂണിറ്റിൻ്റെ വാല്യൂ 4 ആണ്. സോ 4 × 2 8 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ബി സി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത് വരുന്നുള്ളത്.
ഇനി നമുക്ക് ട്രിഗണോമെട്രി നമ്മുടെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്, നമ്മുടെ വാല്യൂസ്, ട്രിഗണോമെട്രിക് വാല്യൂസ് ആണ്. സോ 0, 30, 45, 60, 90 ഇത്രയും ആംഗിൾസിൻ്റെ സൈനിൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതിന് വേണ്ടി നമ്മൾ ഷോർട്ട് ട്രിക്ക് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം സൈൻ്റെ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ 30, 60 0, 30, 45, 60, 90 എല്ലാത്തിനും റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ സീറോൻ്റെ അവിടെ 0 എഴുതും. 0, 1, 2, 3, 4 ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. സോ ആദ്യം സ്ക്വയർ റൂട്ട് വെറുതെ റൂട്ട് ബൈ 2 എന്ന് എഴുതും. എന്നിട്ട് 0, 1, 2, 3, 4 എന്ന് നമ്മൾ ഓർഡറിൽ എഴുതും. ദെൻ 0/2 സ്ക്വയർ റൂട്ട് ഓഫ് 0/2 0/2 ദാറ്റ് ഇസ് 0 വരും. അതായത് സൈൻ സീറോൻ്റെ വാല്യൂ 0 ആണ്. ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 1/2 എന്തോ വണ്ണിൻ്റെ സ്ക്വയർ റൂട്ട് ഓൾവേസ് 1 ആയിരിക്കും. സോ 1/2 നമുക്ക് 1/2 കിട്ടും. അതായത് സൈൻ 30യുടെ വാല്യൂ 1/2 കിട്ടും. ദെൻ √2 ഡിവൈഡഡ് ബൈ 2 2 എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2 ആയിരിക്കും. സോ നമുക്ക് ഒരു റൂട്ടും ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/√2 എന്ന് കിട്ടും. അതായത് സൈൻ 45ൻ്റെ വാല്യൂ 1/√2 ആയിരിക്കും. ദെൻ 60ലേക്ക് വരുമ്പോൾ √3/2 √3 നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. സോ സൈൻ 60യുടെ വാല്യൂ √3 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ദെൻ നമ്മൾ 90ലേക്ക് പോവുകയാണ്. 90ലേക്ക് വരുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ 1 വരും. സോ സൈൻ 90യുടെ വാല്യൂ 1 വരും. സോ സൈൻ 0ൻ്റെ വാല്യൂ 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1 വരും. നമ്മൾ ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കോസിൻ്റെ എഴുതും. കോസിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് സംതിങ് ഡിവൈഡഡ് ബൈ 2 എന്ന് നമ്മൾ എല്ലാത്തിലും എഴുതും. ദെൻ നമ്മൾ കോസിൽ സ്റ്റാർട്ട് ചെയ്യുക 4ലാണ്. 4, 3, 2, 1, 0 4, 3, 2, 1, 0 എന്ന് നമ്മൾ എഴുതും. സോ സ്ക്വയർ റൂട്ട് ഓഫ് 4 2 ആണ്. 2/2 നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. കോസ് 0യുടെ വാല്യൂ 1 എന്ന് കിട്ടും. ദെൻ √3/2 വരും. √3/2 നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. സോ √3/2 നമ്മൾ എഴുതും. ദെൻ 45ലേക്ക് വരുമ്പോൾ കോസ് 45 √2 ഡിവൈഡ് ബൈ 2 ആണ്. നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ √2 ഇൻറ്റു √2 ആണ് 2 വരുന്നത്. സോ റൂട്ടിലും അടിയത്തെ റൂട്ടും ക്യാൻസൽ ഔട്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? കോസ് 45യുടെ വാല്യൂ 1/√2 എന്ന് കിട്ടും. ദെൻ 1/2 സ്ക്വയർ റൂട്ട് ഓഫ് 1 ആണ്. 1/2 നമുക്ക് 1/2 തന്നെ കിട്ടും. ദെൻ റൂട്ട് ഓഫ് 0 എന്തിൻ്റെങ്കിലും നമ്മൾ സീറോൻ്റെ റൂട്ട് കാണുമ്പോൾ 0 തന്നെയായിരിക്കും. സോ 0/2 0 എന്ന് വരും. സോ കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. കോസ് 30യുടെ വാല്യൂ √3/2, കോസ് 45ൻ്റെ വാല്യൂ 1/√2, കോസ് 60യുടെ വാല്യൂ 1/2, കോസ് 90യുടെ വാല്യൂ 0. ഇനി നമുക്കറിയാം ടാൻ കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? സൈൻ ബൈ കോസ്. സോ 0/1 0 ആയിരിക്കും വരിക. ദെൻ 1/2 ഡിവൈഡഡ് ബൈ √3/2. സോ നമുക്ക് 1/√3 എന്ന് കിട്ടും. സോ ടാൻ 30യുടെ വാല്യൂ 1/√3 ആയിരിക്കും. ദെൻ 1/√2 ഡിവൈഡ് ബൈ 1/√2 1/√2 1 എന്ന് വരും. സോ ടാൻ 45ൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. ദെൻ ടാൻ 60 വരുമ്പോൾ √3/2 ഡിവൈഡ് ബൈ 1/√2 ദാറ്റ് ഇസ് √3 എന്ന് കിട്ടും. സോ ടാൻ 60യുടെ വാല്യൂ √3 എന്ന് കിട്ടും. ദെൻ നമുക്ക് ടാൻ 90 കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ ബൈ കോസ്. സൈൻ 90 1 ആണ്. 1 ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. നമുക്ക് ഒരു നമ്പറിനെയും 0നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ടാൻ 90 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻ അഥവാ ഇൻഫിനിറ്റി എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ഇവിടെ AB-യുടെ ലെങ്ത് 4 cm ആണ് തന്നിട്ടുണ്ട്. BC-യുടെ ലെങ്ത് 6 cm ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ ABCയുടെ വാല്യൂ 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ നമുക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ A എന്ന വെർട്ടെക്സിന് നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു BCയിലേക്ക്. ദെൻ ആ ഒരു പോയിന്റിൽ നമ്മൾ D എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. സോ നമുക്കിനി AD ലെങ്ത് കണ്ടുപിടിക്കണം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AD ആണ്. BCയുടെ വാല്യൂ 6 cm ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ADയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. സോ ADയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രയാങ്കിൾ ABD നമ്മൾ കൺസിഡർ ചെയ്യും. ട്രയാങ്കിൾ ABCD എടുക്കും, ABD എടുക്കും. നമുക്ക് കിട്ടേണ്ട സൈഡ് എന്ന് പറഞ്ഞാൽ AD ആണ്. നമ്മുടെ കയ്യിലുള്ളത് AB ആണ്. സോ നമുക്ക് ഈ ഒരു 50 ഡിഗ്രി വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ കയ്യിലുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം.
ഹൈപ്പോട്ടനസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസും വെച്ചിട്ടായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ വരിക. സോ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് സൈൻ ആണ്. സോ അങ്ങനെ നമ്മൾ എന്താക്കും, sin 50 എടുക്കും. ഇവിടെ sin 50 എടുത്തു കഴിഞ്ഞാൽ എ ഡി ഡിവൈഡഡ് ബൈ എ ബി ആയിരിക്കും. എ ഡി ഡിവൈഡഡ് ബൈ എ ബി ആണ് ഈ ഒരു ട്രയാങ്കിൾ എ ബി ഡിയിലെ sin 50യുടെ വാല്യൂ വരുന്നത്. ഇത് നമ്മൾ നമ്മുടെ കയ്യിൽ എ ബി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത് ഉണ്ട്, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും, എ ഡി ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു sin 50 എന്ന് കിട്ടും. ഇവിടെ എ ബിയുടെ ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആണ്. sin 50 ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അങ്ങനെ നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു sin 50യുടെ വാല്യൂ 0.766 ആണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ഡിയുടെ ലെങ്ത് കിട്ടും. നമ്മൾ കാണാൻ പറഞ്ഞത് ഈ ഒരു ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ആണ്. സോ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് 6 സെൻറ്റിമീറ്റേഴ്സ് ആണ്, ഹൈറ്റ് 4 ഇൻറ്റു 0.766 ആണ്. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അതായത് 2ഉം 4ഉം ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ 2 വരും, 2 ഇൻറ്റു 6 12 വരും. 12 ഇൻറ്റു 0.766 എന്ന് കിട്ടും. നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏരിയ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 9.192 എന്ന് കിട്ടും. ഇത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സൈനിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ളത് അതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. 0, 9, 0, 30, 45, 60, 90 ഈ 5 ആംഗിൾസിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് തരില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ള വാല്യൂസൊക്കെ സാധാരണയായി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. സോ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 10 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആണ്. അവിടെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. സോ ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഡി എന്ന് പറഞ്ഞ വേർട്ടെക്സ് നിന്ന് നമ്മൾ എന്താക്കും, ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. ഡി എഫ് എന്നുള്ളൊരു പെർപെൻഡിക്കുലർ. സോ നമുക്കിവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഡി എഫ് നമുക്ക് കിട്ടും. സോ എ ഡി എഫ് എന്നുള്ളത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ അതിൻ്റെ ഒരു ആംഗിൾ 60, 90, ദെൻ അതിൻ്റെ ഒരു ഹൈപ്പോട്ടനസ് 6 സെൻറ്റിമീറ്റർ ആണ്. ദെൻ നമുക്കറിയാം ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എ ബി ആണ്, ഹൈറ്റ് ഡി എഫ് ആണ്. സോ ഹൈറ്റ് ആയിട്ടുള്ള ഡി എഫ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഹൈറ്റ് ഡി എഫ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ട്രയാങ്കിൾ എ ഡി എഫ് കൺസിഡർ ചെയ്യും. എ ഡി എഫ് എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എഫ് ആണ്, നമ്മുടെ കയ്യിലുള്ളത് എ ഡി ആണ്. സോ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടനസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസും വെച്ചിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ ആണ് നമുക്കറിയാം. സോ അതുകൊണ്ട് നമ്മൾ sin 60 എടുക്കും. സോ sin 60 എന്ന് പറഞ്ഞാൽ ഡി എഫ് ഡിവൈഡ് ബൈ എ ഡി ആണ്. ഡി എഫ് ഡിവൈഡ് ബൈ എ ഡി ആണ് sin 60 വരുന്നുള്ളത്. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. sin 60യുടെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. sin 60 എന്ന് പറഞ്ഞാൽ √3 ഡിവൈഡ് ബൈ 2 ആണ്. ഡി എഫ് നമുക്ക് കണ്ടുപിടിക്കണം. എ ഡിയുടെ വാല്യൂ 6 സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡി എഫ് ഇസ് ഈക്വൽ 6 ഇൻറ്റു √3/2 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3√2 എന്ന് കിട്ടും. സോ 3√3 എന്ന് കിട്ടും. നമ്മുടെ ഡി എഫ് നമ്മുടെ ഹൈറ്റിൻ്റെ വാല്യൂ 3√3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എ ബി ഇൻറ്റു ഡി എഫ് ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 10 ഇൻറ്റു 3√3 ദാറ്റ് ഈസ് 30√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്ന പാരലോഗ്രാമിൻ്റെ ഏരിയ വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ലാഡർ ഉണ്ട്. ഒരു ലാഡർ നമ്മുടെ വാളിൻ്റെ മുകളിൽ നമ്മൾ ചാരി വെച്ചിരിക്കുകയാണ്. സോ അത് ലാഡർ നമ്മുടെ ബേസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഇവിടെ ഈ ഒരു ഹൈറ്റ് അതായത് ബേസിൽ നിന്ന് ടോപ്പ് വരെ നമ്മൾ ലാഡർ വാളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ വാളിൽ നിന്ന് ലാഡറിൻ്റെ ഫൂട്ട് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 60 ഡിഗ്രി ഉണ്ട്. നമ്മൾ റൈറ്റ് ആംഗിൾ, നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ബേസിൽ ഇതിന് ആലോചിക്കണം. സോ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടനസ് ഒരു സൈഡായിട്ടുള്ള ഹൈപ്പോട്ടനസ് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ നമ്മളോട് ബാക്കി രണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2022 SLC എക്സാമിനേഷനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം എക്സാമിലേക്ക്. സോ നമ്മൾ എന്താക്കി, നമ്മൾ ആ ഒരു ഫിഗർ നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ബേസിലേക്ക് മാറ്റി വരച്ചു. സോ എ ബി സി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെ എ സി ആണ് ലാഡറിൻ്റെ ഹൈറ്റ് വരുന്നുള്ളത്. സോ ബി എ സി 60 ഡിഗ്രി ആണ്. സോ ഒന്ന് 60 ഒന്ന് 90 ആണെങ്കിൽ ദെൻ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ് ഓബ്വിയസ്ലി. സോ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 30, 60, 90 എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. സോ നമുക്കറിയാം 30, 60, 90 ആണെങ്കിൽ റേഷ്യോ പ്രകാരം 30ക്ക് ഓപ്പോസിറ്റ് സൈഡിൻ്റെ വാല്യൂ 1 യൂണിറ്റ് ആയിരിക്കും, 60ക്ക് ഓപ്പോസിറ്റ് സൈഡിൻ്റെ വാല്യൂ √3 യൂണിറ്റ് ആയിരിക്കും, 90ക്ക് ഓപ്പോസിറ്റ് 2 യൂണിറ്റ് ആയിരിക്കും. സോ നമുക്ക് അറിയുന്നതാണ് എ ബി ഇസ് ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സിയുടെ വാല്യൂ 1:2
√3:2 ആണ്. AB:BC:AC 1:√3:2 യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് AC നമ്മുടെ ലാഡറിൻ്റെ ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ആണ്. ലാഡറിൻ്റെ ഹൈറ്റ് അതായത് 2 യൂണിറ്റിൻ്റെ വാല്യൂ 6 സെൻറ്റിമീറ്റർ ആണ്. 2 യൂണിറ്റിൻ്റെ വാല്യൂ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് 1 യൂണിറ്റ് AB എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആയിരിക്കും കേട്ടോ. യൂണിറ്റ് 3 മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ABയുടെ വാല്യൂ 3 മീറ്റർ ആയിരിക്കും. BC എന്നുള്ളത് നമ്മുടെ √3 ആണ്. സോ √3 യൂണിറ്റ് ആണ്. 3 × √3 ദാറ്റ് ഇസ് BCയുടെ ലെങ്ത് 3 √3 മീറ്റർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ നമ്മുടെ ബേസിൽ നിന്ന് നമ്മൾ ലാഡർ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 √3 മീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഫൂട്ടിൽ നിന്ന് ലാഡറിൻ്റെ ഫൂട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ ആയിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ രണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. ബേസ് 20, അഡ്ജസൻറ്റ് സൈഡ്സ് 20ഉം 10ഉം ആണ്. അവിടെ ഇടയിലുള്ള ആംഗിൾ 40 ഡിഗ്രി ആണ്. നമ്മുടെ എന്താ കാണാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പാരലോഗ്രാമിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. നമുക്ക് sin 40, cos 40, tan 40 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുക ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. ഹൈറ്റ് ആണ്. ഇവിടെ DE എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ് ആണ്. സോ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പാരലോഗ്രാമിൻ്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്കറിയാം AB × DE ആണ് നമ്മുടെ പാരലോഗ്രാമിൻ്റെ ഏരിയ വരുന്നത്. സോ നമ്മളിവിടെ ട്രയാങ്കിൾ ADE കൺസിഡർ ചെയ്യും. ADEയിൽ നമുക്ക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. DE ആണ്. നമ്മുടെ കയ്യിലുള്ളത് AD ആണ്. സോ 40 ഡിഗ്രി വെച്ച് നമ്മൾ ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വെച്ചിട്ടുള്ള ട്രിഗണോമെട്രിക് വാല്യൂ സൈൻ ആണ്. സോ sin 40 എന്ന് പറഞ്ഞാൽ DE/AD ആണ്. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. DE = AD × sin 40 ആണ്. sin 40ൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. AD 10 ആണ്. 10 × 0.64 എന്ന് കിട്ടും. നമ്മുടെ ഈ DE അതായത് നമ്മുടെ ഹൈറ്റിൻ്റെ വാല്യൂ 6.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. AB × DE ദാറ്റ് ഇസ് 20 ആണ് നമ്മുടെ ബേസ് വരുന്നത്. 20 × ഹൈറ്റ് ആയിട്ടുള്ള 6.4 വരും. ദാറ്റ് ഈസ് 128 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. 128 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ തന്നിരിക്കുന്ന ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിൾ ഡയമീറ്റർ ആണ് AC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്ററിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ BAC എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെന്നും ACD എന്ന് പറഞ്ഞ ആംഗിൾ 45 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ADCയുടെ ആംഗിൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പെരിമീറ്റർ തന്നിരിക്കുന്ന ഈ ഒരു കോഡിലാറ്ററൽ ABCDയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക് കോഡിലാറ്റർ ABCD എന്നുള്ളത് ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. സൈക്ലിക് കോഡിലാറ്ററൽ ആണ്. അതുപോലെ AC ഡയമീറ്റർ ആണ്. AC ഡയമീറ്റർ ആണെന്ന് പറയുമ്പോൾ AC എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയമീറ്റർ നമ്മുടെ സർക്കിളിലെ ഏതൊരു പോയിന്റിലും ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ നമ്മുടെ ADC എന്ന് പറയുന്ന ആംഗിളും ABC എന്ന് പറഞ്ഞ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. സോ നമ്മുടെ ഈ ഒരു ഫിഗറിൽ ADCയുടെയും ABCയുടെയും വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AC എന്ന് പറഞ്ഞ ഡയമീറ്റർ സർക്കിളിലെ ഏതൊരു പോയിന്റിലും ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗർ ABCD എന്ന് പറഞ്ഞ കോഡിലാറ്ററലിന് 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ADC എന്ന് പറഞ്ഞ നമ്മുടെ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ മാറ്റി വരച്ചു. D റൈറ്റ് ആംഗിൾ ആണ്. ACD എന്ന് പറഞ്ഞ ആംഗിൾ 45 ഡിഗ്രി ആണ്. ഒരു ആംഗിൾ 45, ഒരു ആംഗിൾ 90 ആണെങ്കിൽ നമ്മുടെ തേർഡ് ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? DAC എന്ന് പറഞ്ഞ ആംഗിൾ 45 ഡിഗ്രി ആണ്. സോ നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ 45, 90 എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ AD/DC/AC എന്ന് പറഞ്ഞാൽ 1:1:√2 എന്ന് കിട്ടും. കാരണം ഇത് ഐസോസ്ലേസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. 45, 90 വരുമ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ 1:1:√2 ആണ്. സോ നമുക്കിവിടെ AC എന്ന് പറഞ്ഞ സൈഡ് 20 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ AC 20 സെൻറ്റിമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് √2ൻ്റെ വാല്യൂ, നമ്മുടെ √2 യൂണിറ്റിൻ്റെ വാല്യൂ 20 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ നമ്മൾ √2ൻ്റെ വാല്യൂ 20 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ 1 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 20/√2 എന്ന് കിട്ടും. നമ്മൾ സാധാരണയായിട്ട് ഡിനോമിനേറ്ററിൽ നമ്മൾ റൂട്ട് പോലുള്ള വാല്യൂസ് നമ്മൾ വെക്കാറില്ല.
സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുകളിലും താഴെയും നമ്മുടെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എന്ത് കിട്ടും 20√2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദെൻ 2ഉം 20യുടെ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 10√2 എന്ന് കിട്ടും. സോ നമ്മുടെ ഈ ഒരു ട്രയാങ്കിളിൽ എ ഡിയുടെയും സി ഡിയുടെയും ലെങ്ത്ത് 10√2 എന്ന് നമുക്ക് കിട്ടും. സോ എ ഡിയുടെയും സി ഡി അഥവാ ഡി സിയുടെയും ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ടുള്ള സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി നമ്മൾ കൺസിഡർ ചെയ്യും. എ ബി സി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫിഗർ നോക്കണ്ട, എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 30 എ സി ബി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. സോ നമുക്ക് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ത് കിട്ടും? 30, 60, 90 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടും. സോ 30, 60, 90 ആണെങ്കിൽ നമുക്ക് നമ്മുടെ റേഷ്യോ 1:√3:2 ആണെന്ന് നമുക്കറിയാം. സോ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സൈഡ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് 1 യൂണിറ്റ് ആയിരിക്കും, 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന √3 ആയിരിക്കും, 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന 2 യൂണിറ്റ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എ സി എന്ന് പറഞ്ഞ് 20 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ 2യുടെ വാല്യൂ 20 ആണ്. സോ 1 യൂണിറ്റിൻ്റെ വാല്യൂ 10 ആണെന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണെന്നും ബി സി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത്ത് 10√3 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മുടെ കോഡിലാറ്ററൽ എ ബി സി ഡിയുടെ 4 സൈഡ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ ബിയുടെ വാല്യൂ 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്, ബി സി 10√3 കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സി ഡി 10√2, എ ഡി 10√2 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെരിമീറ്റർ ആണെങ്കിൽ 4 സൈഡ്സിൻ്റെയും ലെങ്ത് നമ്മൾ ആഡ് ചെയ്യണം. സോ 10 + 10√3 + 10√2 + 10√2 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 10 + 10√3 + 20√3 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. സോ ഇതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന കോഡിലാറ്ററലിൻ്റെ പെരിമീറ്റർ ആയിട്ട് കിട്ടുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പാരലോഗ്രാം ആണ്. ഇവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞ പാരലോഗ്രാം ഉണ്ട്. ആംഗിൾ ബി 45 ഡിഗ്രി ആണ്. എ ബിയുടെ ലെങ്ത്ത് 10√2 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എ എം പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് ലെങ്ത്ത് എ എമ്മിൻ്റെയും ബി എമ്മിൻ്റെയും ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എം സി എന്ന് പറഞ്ഞ ലെങ്ത്ത് കണ്ടുപിടിക്കണം, എ സി എന്ന് പറഞ്ഞ ഡയഗണൽ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഇത്രയും കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം എന്താക്കും? നമ്മുടെ ആ ട്രയാങ്കിൾ എ ബി എം എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്മൾ മാറ്റി വരയ്ക്കും. സോ എ ബി എം എന്ന് പറഞ്ഞാൽ 45 ആണ്, 90 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി തേർഡ് ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. സോ 45, 45, 90 എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 10√2 ആണ്. സോ അതായത് നമ്മുടെ റേഷ്യോ 1:1:√2 എന്ന് കിട്ടും. സോ എ എം എന്നുള്ളത് 45ന് ഓപ്പോസിറ്റ് ആണ്, ബി എം 45ന് ഓപ്പോസിറ്റ് ആണ്, എ ബി 90ക്ക് ഓപ്പോസിറ്റ് ആണ്. സോ എ എം ഈസ് ടു ബി എം ഈസ് ടു എ ബി എന്നുള്ളത് 1:1:√2 എന്ന് കിട്ടും. ഇവിടെ നമ്മുടെ √2 യൂണിറ്റിൻ്റെ വാല്യൂ എ ബി എന്ന് പറയുന്നത് √2 യൂണിറ്റ് ആണ്. ആ √2 യൂണിറ്റിൻ്റെ വാല്യൂ 10√2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1 യൂണിറ്റിൻ്റെ വാല്യൂ 10 ആയിരിക്കും. സോ നമ്മുടെ എ എമ്മും ബി എമ്മിൻ്റെയും വാല്യൂ 10 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡിൽ നമ്മോട് എം സി എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് ബി സി എന്ന് പറഞ്ഞ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബി എമ്മിൻ്റെയും എം സിൻ്റെയും കൂടെ സമ്മാണ്. ബി സി എന്ന് പറഞ്ഞാൽ ബി എം പ്ലസ് എം സി ആണ്. സോ എം സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ബി സി മൈനസ് ബി എം ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എം സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബി സിയുടെ ലെങ്ത് 15 സെൻറ്റിമീറ്റർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ബി എമ്മിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ നമ്മളിവിടെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 - 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 സെൻറ്റിമീറ്റർ ഇവിടുന്ന് കിട്ടും. നമ്മുടെ എം സിയുടെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ നെക്സ്റ്റ് നമ്മളോട് കാരണമുള്ള എ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരലോഗ്രാമിൻ്റെ ഡയമീറ്റർ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ സി എന്നുള്ള വേർട്ടെക്സിന് എ ഡിയിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. എൻ സി എന്ന് പറഞ്ഞാൽ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും നമ്മൾ. സോ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ എം സി എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ആണെന്ന് കിട്ടും. കാരണം രണ്ട് 90 ഡിഗ്രീസ് വരുന്നുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ സമ്മ് 90, ഓപ്പോസിറ്റ് ആംഗിൾസ് 90 ഡിഗ്രി 90 ഡിഗ്രി ആണ്. സോ എ എം സി എന്താവും? ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് കിട്ടും. സോ നമുക്കിനി ഇവിടെ എം സിയുടെ ലെങ്ത്തും കൂടെ എ എന്നിൻ്റെ എൻ സിയുടെ ലെങ്ത്തും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ ഈ ഒരു ഡയഗണൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സോ എ ബിയും സി ഡിയും ഈക്വൽ ആണ്. സോ എ ബിയുടെ ഡി സിയുടെ വാല്യൂ 10√2 നമുക്ക് കിട്ടും. സോ നമ്മൾ എന്താക്കും? ഡി എൻ സി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ മാറ്റി വരയ്ക്കും. സോ 45, 45, 90 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ തന്നെയായിരിക്കും ഇത് വരിക. കാരണം ഒരു ആംഗിൾ 45 ആണ്,
ഒരു ആംഗിൾ 90 ആണ്, നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ 45, 45, 90 എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുക. തമ്മിലുള്ള റേഷ്യോ DN:NC:DC, അതായത് 45-ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ 1:1 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന √2 ആയിരിക്കും. സോ 1:1 എന്ന് നമുക്ക് കിട്ടും DN:NC:DC. നമുക്കിവിടെ DC എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത് 10√2 ആണ് നമുക്ക് അറിയാം. സോ നമ്മളിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ DC 10√2 ആണെങ്കിൽ √2ൻ്റെ വാല്യൂ √2 യൂണിറ്റ്സിൻ്റെ വാല്യൂ 10√2 ആയിരിക്കും. സോ 1 യൂണിറ്റിൻ്റെ വാല്യൂ 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് DN-ൻ്റെയും NC-യുടെയും ലെങ്ത് 10 സെൻറ്റിമീറ്റർ ഈച്ച് ആണ് നമുക്ക് കിട്ടും. സോ DN കിട്ടി, NC നമുക്ക് കിട്ടി. സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയിട്ടുണ്ട്, നമുക്ക് MC നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, AM-ഉം NC-യും ഈക്വൽ ആണ്, ആ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിനി AC എന്ന് പറഞ്ഞത് AMCN എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഡയമീറ്റർ ആണ്. സോ AC നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ എന്താക്കും, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ACയുടെ സ്ക്വയർ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അവിടെ കൺസിഡർ ചെയ്യും. ആക്ച്വലി നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കണമെങ്കിൽ സൈഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടും. ഡയഗണലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിളിലെ സൈഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിരിക്കും. സോ AC സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM സ്ക്വയർ പ്ലസ് MC സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. സോ AM-ൻ്റെ വാല്യൂ 10 ആണ്, 10 സ്ക്വയർ പ്ലസ് 5-ൻ്റെ സ്ക്വയർ 5, MC-ൻ്റെ വാല്യൂ 5 ആണ്, 5 സ്ക്വയർ വരും. സോ 100 + 25 വരും. സോ AC സ്ക്വയറിൻ്റെ വാല്യൂ 125 എന്ന് കിട്ടും. സോ AC കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താക്കണം, √125 എടുക്കണം. നമുക്ക് 125-നെ 25 × 5 എന്ന് എഴുതാൻ പറ്റും. 25 × 5 2 അല്ല, 25 × 5 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ACയുടെ വാല്യൂ 25-ൻ്റെ √5 ആണ്, 5 × √5 എന്ന് കിട്ടും. സോ ACയുടെ ലെങ്ത് 5√5 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഇവിടെ 2 അല്ല, ഇവിടെ ആക്ച്വലി 5 ആണ് വരിക. സോ 25 × 5 ആണ് വരിക. അങ്ങനെയാണ് 25 × 5 വരും, ദാറ്റ് ഈസ് 5√5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ACയുടെ വാല്യൂ 5√5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, PQRS എന്ന് പറഞ്ഞ റെക്റ്റാങ്കിൾ. സോ നമ്മളിവിടെ റെക്റ്റാങ്കിൾ ഡയമീറ്ററിൻ്റെ വാല്യൂ PR-ൻ്റെ വാല്യൂ 9 സെൻറ്റിമീറ്റർ ആണെന്നും ഇവിടെ RPQ എന്ന് പറഞ്ഞ ആംഗിൾ 49 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. sin 45, cos 45 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം PQR എന്ന് പറഞ്ഞ ഒരു റൈറ്റാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. സോ PQR-ൽ PQ എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡാണ്, RQ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ സെക്കൻഡ് സൈഡാണ്. സോ നമ്മളിവിടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ സൈനും കോസും വഴി എടുക്കണം, നമ്മുടെ കയ്യിൽ ഹൈപ്പോട്ടന്യൂസ് മാത്രമാണ് ഉള്ളത്. സോ നമ്മൾ sin 45 എടുക്കുമ്പോൾ RQ / PR വരും. സോ RQ എന്ന് പറഞ്ഞാൽ PR × sin 49 വരും. PR-ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, sin 49-ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 9 × 0.75 വരും, ദാറ്റ് ഈസ് 6.75 എന്ന് കിട്ടും. നമ്മുടെ RQ നമ്മുടെ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 6.75 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് PQ കണ്ടുപിടിക്കണം. PQ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ cos 49 എടുക്കും, ദാറ്റ് ഈസ് PQ / PR ആണ്. cos 49 എന്ന് പറഞ്ഞത് PQ കണ്ടുപിടിക്കുമ്പോൾ PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR × cos 49 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 0.66 എന്ന് വരും. സോ നമ്മുടെ PQയുടെ ലെങ്ത് 5.94 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി, രണ്ട് സൈഡ്സും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ 2 × PQ + RQ ആണ്. നമ്മൾ വാല്യൂസ് കൊടുക്കും, 2 × 5.94 + 6.75 എന്ന് വരും, ദാറ്റ് ഈസ് 2 × 12.69 എന്ന് വരും. 12 ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25.38 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ നമ്മുടെ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 25.38 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളും ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളും, രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ ABയുടെ വാല്യൂ 12 സെൻറ്റിമീറ്റർ ആണ്, BCയുടെ വാല്യൂ 10 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ ABCയുടെ വാല്യൂ 130 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ആംഗിൾ CBD കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് CD എന്ന് പറഞ്ഞ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ AD എന്ന് പറഞ്ഞത് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ABCDയും CBDയും സമ്മായിരിക്കും.
സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. കാരണം എ ഡി എന്ന് പറഞ്ഞത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട്. സോ നമുക്കറിയാം, നമുക്ക് എ ബി സിയുടെ വാല്യൂ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 മൈനസ് ആംഗിൾ എ ബി സി ആയിരിക്കും. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 180 മൈനസ് 130 വരും. ഇവിടെ ആംഗിൾ സി ബി ഡിയുടെ വാല്യൂ 50 ഡിഗ്രി ആണ് കിട്ടും. സോ ആംഗിൾ സി ബി ഡിയുടെ വാല്യൂ 50 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഹൈറ്റ് ആയിട്ടുള്ള സി ഡി ആണ്. സോ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിലുള്ളത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്നുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ ആണ്. സോ നമ്മൾ ട്രയാങ്കിൾ സി ബി ഡിയിൽ സൈൻ 50 എടുക്കും. സൈൻ 50 എന്ന് പറഞ്ഞാൽ സി ഡി ഡിവൈഡ് ബൈ ബി സി ആണ്. സി ഡി ഡിവൈഡ് ബൈ ബി സി ആണ്. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സി ഡി is equal to സൈൻ 50 ഇൻറ്റു ബി സി എന്ന് വരും. സൈൻ 50ൻ്റെ വാല്യൂ 0.8 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. 0.8 ഇൻറ്റു 10 8 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് സി ഡി എന്ന് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എ ഡി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. സോ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എ ഡി ആണ് വരുന്നത്. എ ഡി ആണ് നമ്മുടെ ബേസ് വരുന്നത്. സോ എ ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എ ബി പ്ലസ് ബി ഡി ചെയ്യണം. സോ ബി ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രയാങ്കിൾ സി ബി ഡി ഒന്നുകൂടെ നോക്കണം. ട്രയാങ്കിൾ സി ബി ഡിൻ്റെ ആംഗിൾ സി ബി ഡി എന്നാൽ 50 ഡിഗ്രിയാണ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് ബി ഡി കിട്ടണം. ബി ഡി കിട്ടണമെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അഡ്ജസൻറ്റ് സൈഡ്. 50 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ് ബി ഡി. സോ ബി ഡി നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടനസ് നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ കോസ് 50 എടുക്കും. അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടനസ് നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ച് അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടനസും കൂടെ വരുന്ന ഒറ്റ ട്രിഗണോമെട്രി ഫംഗ്ഷനേ ഉള്ളൂ. അത് കോസ് ആണ്. സോ നമ്മൾ കോസ് 50 എടുക്കും. കോസ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി ഡിവൈഡഡ് ബൈ ബി സി ആണ്. ബി ഡി ഡിവൈഡഡ് ബൈ ബി സി ആണ്. സോ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ ബി ഡി is equal to കോസ് 50 ഇൻറ്റു ബി സി എന്ന് വരും. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കോസ് 50യുടെ വാല്യൂ 0.6 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ബി സിയുടെ വാല്യൂ ഓൾറെഡി 10 സെൻറ്റിമീറ്റർ ആണ് നമുക്കറിയാം. സോ നമ്മൾ എന്ത് വെക്കും? നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഡിയുടെ വാല്യൂ 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടും. സോ നമുക്ക് ബി ഡി കിട്ടിയിട്ടുണ്ട്. എ ബി നമുക്കറിയാം. സി ഡി നമുക്കറിയാം. സോ നമ്മൾ എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു എ ഡി എന്ന് പറഞ്ഞ ബേസ്, എ ബി ഡിയും ബി ഡി ഡിയും സമ്മാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ 1/2 ഇൻറ്റു 12 പ്ലസ് 6 ഇൻറ്റു 8 എന്ന് വരും. ദാറ്റ് ഈസ് 18 ഇൻറ്റു 4 വരും. സോ 72 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എ ഡി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ഇവിടെ ബി 90 ഡിഗ്രി ആണ്. ബി സി എന്ന് പറഞ്ഞ സൈഡിൻ്റെ വാല്യൂ 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സൈൻ എയുടെ വാല്യൂ 1/2 ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് എ സിയുടെ ലെങ്ത്ത് അതുപോലെ തന്നെ എ ബിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ എയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ സൈൻ 60 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം ഈ ഒരു ട്രയാങ്കിളിൽ സൈൻ എ എന്ന് പറഞ്ഞാൽ ബി സി ഡിവൈഡ് ബൈ എ സി ആണ്. സോ സൈൻ എ എന്ന് പറഞ്ഞാൽ ബി സി ഡിവൈഡ് ബൈ എ സി ആണ്. സോ സൈൻ എയുടെ വാല്യൂ 1/2 എന്ന് തന്നിട്ടുണ്ട്. ബി സിയുടെ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 1/2 is equal to 1/AC എന്ന് വരും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ സിയുടെ വാല്യൂ 2 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. സോ എ സിയുടെ വാല്യൂ 2 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്കിനി ട്രയാങ്കിൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ ബി സി 1 സെൻറ്റിമീറ്റർ ആണ്, എ സി 2 സെൻറ്റിമീറ്റർ ആണ്. സോ എ ബി കണ്ടുപിടിക്കാൻ നമ്മൾ പൈതഗോറസ് പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യും. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. നമ്മൾ വാല്യൂസ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. സോ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, എ സി 2 ആണ്, ബി സി 1 ആണ്. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ വരും. ദാറ്റ് ഈസ് 4 മൈനസ് 1 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ വാല്യൂ √3 എന്ന് കിട്ടും. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ള എ സി ഡി വാല്യൂ എ ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഈ ഒരു ട്രയാങ്കിൾ, നമ്മുടെ ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബി സി ഈസ് ടു എ ബി ഈസ് ടു എ സി എടുത്തു കഴിഞ്ഞാൽ ബി സി ഈസ് ടു എ ബി ഈസ് ടു എ സിയുടെ വാല്യൂ 1:√3:2 എന്ന് കിട്ടും. നമ്മൾ ആംഗിൾ എ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു ട്രയാങ്കിളിൽ 30, 60, 90 ആണെങ്കിൽ അവിടെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:√3:2 ആയിരിക്കും. സോ നമ്മുടെ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിലും സൈഡ്സിൻ്റെ റേഷ്യോ 1:√3:2 ആണ്. സോ അതായത് നമുക്ക് എന്ത് പറയാം, ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 30 ആണ്, എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 60 ആണ്, എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. നമുക്ക് പറയാൻ പറ്റും, കാരണം 30, 60, 90 ആണെങ്കിൽ അവിടെ സൈഡ്സിൻ്റെ റേഷ്യോ 1:√3:2 ആണ്. സോ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമുക്ക് ഇവിടെ എന്താക്കും, നമ്മുടെ സൈൻ എ എടുക്കും. സൈൻ എയുടെ വാല്യൂ 1/2 ആണ്.
ഈ ഒരു ട്രയാങ്കിളിൽ നമ്മുടെ സൈൻ എയുടെ വാല്യൂ 1/2 ആണ്. നമുക്കറിയാം സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. നമ്മളിത് കമ്പയർ ചെയ്യുമ്പം എയുടെ വാല്യൂ 30 ഡിഗ്രിയാണ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സൈൻ എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സൈൻ എയുടെ വാല്യൂ 1/2 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ് നമുക്കറിയാം. നമ്മളിത് കമ്പയർ ചെയ്യുമ്പം എയുടെ വാല്യൂ 30 ഡിഗ്രിയാണ് നമുക്ക് കിട്ടും. ദെൻ സൈൻ 60യുടെ വാല്യൂ √3/2 ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. വളരെ സിമ്പിളാണ് ചാപ്റ്റേഴ്സ്. ജസ്റ്റ് സൈൻ കോസ് ടാൻ എന്താണെന്ന് അറിയാം, അതിൻ്റെ വാല്യൂസ് അറിയണം, അത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും.